സൂറത്തുൽ ഫജ്ർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തിൻ്റെ പേരാണ് സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീമിന് സുക്കൂനാണുള്ളത്, സുക്കൂൻ. ഓ ഫജർ, ജ ജീമിന് ഫത്ഹ കൊടുത്ത് പറയരുത്. ജീമിന് സുക്കൂനാണ്, സുക്കൂൻ കൊടുത്ത് വേണം പറയാൻ. ഫജ്ർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ഇത്രയും ആയത്തുകൾ ശരിക്കും ശ്രദ്ധിക്കുക. കാരണം ശ്രദ്ധിച്ചില്ല എങ്കിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലരും ഇന്നേ വരെ തെറ്റായി തന്നെ ആയിരിക്കാം ഈ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം രീതി എന്ന് ഇൻഷാ അല്ലാഹ് വ്യക്തമാകുന്നതാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر. അവിടെ റോ എന്ന അക്ഷരത്തിന് കസ്റാണ്. നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് ആ അക്ഷരത്തെ റായിനെ നിർത്തുന്നതാണ്. കൽക്കല ഉണ്ടാകാൻ പാടില്ല. അതായത് വൽ ഫജ്ർ എന്നാകാൻ പാടില്ല. വൽ ഫജ്ർ. വൽ ഫജ്ർ. വൽ ഫജ്ർ. ജീമിന് സുക്കൂൻ, റാക്കും സുക്കൂൻ നിർത്തുന്ന സമയത്ത്. ഇനി അവിടെ വേറൊരു സാധ്യതയുണ്ട് തെറ്റാനുള്ള. അതായത് വൽ ഫജ്ർ റാക്ക് സുക്കൂൻ കൊടുത്ത് നിർത്തുന്ന ഒരു അവസരത്തിൽ ജീമിന് ദമ്മ് ആയി പോകാൻ സാധ്യതയുണ്ട്. വൽ ഫജ്ർ എന്നാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം പരിഗണിക്കണം. അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. വൽ ഫജ്ർ. വലയാലിൻ. വലയാലിൻ. ഇവിടെ ലാമിൻ്റെ ഈ തൻവീൻ താഴെ വന്നിരിക്കുന്ന ഇരട്ടക്കസർ മണിക്കാൻ പാടില്ല. മൂക്കിൽ മറച്ച് മണിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായി ഉച്ചരിക്കുന്നതാണ്. കാരണം ആ ഒരു ആ ഒരു ഹറക്കത്തിന് ശേഷം, ആ ഒരു അടയാളത്തിന് ശേഷം, തൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമായ ഐനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൻവീനിനെ മൂക്കിൽ മറച്ച് മണിക്കേണ്ട ആവശ്യമില്ല. ഇദ്ഹാറിൻ്റെ നിയമമാണ് ഇവിടെയുള്ളത്. വലയാലിൻ അശ്ർ. അവിടെ റാക്ക് ഇരട്ട കസറാണ്. പക്ഷെ നിർത്തുന്ന സമയത്ത് സുക്കൂൻ കൊടുത്ത് നിർത്തണം. വലയാലിൻ അശ്ർ. അതിൻ്റെ ഉച്ചാരണം എപ്രകാരമാണെന്ന് പറഞ്ഞാൽ വലയാലിൻ അശ്ർ എന്നല്ല, വലയാലിൻ അശ്ർ എന്നുമല്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഷീനിന് സുക്കൂൻ കൊടുക്കുന്നതിന് പകരം ഫത്ഹ കൊടുത്തത് വന്നേക്കാം. അഷർ എന്നും വന്നേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. വലയാലിൻ അശ്ർ.
അഷ് അഷ് ഷീൻ റോ സുക്കൂൻ ഒരൊറ്റ രീതിയിൽ ഇങ്ങനെ ലൈനിൽ പോകണം. അഷ് റോ ഉച്ചരിക്കപ്പെടുകയും വേണം, എന്നാൽ റോ കൽക്കല ആകാനും പാടില്ല. മനസ്സിലായി കാണുമല്ലോ. വലയാലിൻ അഷ് 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 വലയ ഷീരിന് ശബ്ദം വരാനും പാടില്ല. വലയാലിൻ അഷ് അഷ് അഷറോ എന്നല്ല, വലയാലിൻ അഷ്. والشفع والشفع والوتر അവിടെയും റാക്ക് കസറാണ്, സുക്കൂൻ കൊടുത്ത് നിർത്തും. റാക്ക് മുമ്പുള്ള അക്ഷരം താ സുക്കൂനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വതർ താക്ക് ഫതഹ് വരരുത്, അതില്ലെങ്കിൽ വതർ എന്നും വരാൻ പാടില്ല. والشفع والوتر وتر 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 والشفع والوتر റായ മുഴപ്പിക്കണം. والليل إذا يسر അവിടെയും അപ്രകാരം തന്നെ. യെസ് സീനിന് ശബ്ദം കൊടുക്കാൻ പാടില്ല, യസ്ർ എന്ന് കൊടുക്കാൻ പാടില്ല. യാടെ ഉച്ചാരണം ശരിയാക്കുന്ന ആ ഒരു പരിശ്രമത്തിൽ സീന് ശബ്ദം കൊടുക്കാനും പാടില്ല. വല്ലൈലി എന്ന് ലാമിനെ മണിക്കാനും പാടില്ല. വല്ലൈലി ഇദാ യസ് 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 والليل إذا يسر هل في ذلك قسم لذي حجر هل في ذلك ഖാഫാണ്, കാഫ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഖാഫാണ്. ഖസമുൽ എന്ന് ലാമിനെ മണിക്കാനും പാടില്ല, കട്ടിയാക്കുക മാത്രം. ഖസമുല്ലിദി ഹിജ്ർ 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 വൽ ഫജ്ർ പോലെ ഹിജ്ർ ഹിജ്ർ ഹിജ്ർ. ജീമിനാണ് ഇവിടെ കൽക്കല, റാക്കി കൊടുക്കില്ല. ഹിജ്ർ സുക്കൂൻ കൊടുത്ത് നിർത്തും. ഹിജ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ഇനി ആയത്തുകളെ കൂട്ടി ഓതണമെങ്കിൽ അങ്ങനെയും ഓതാം, അതും കൂടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഓതേണ്ടതെന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر عشر കണ്ടല്ലോ, മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം കൂട്ടി ഓതുമ്പോൾ. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ഇങ്ങനെ വേണമെങ്കിലും ഓതാം, അതില്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചതുപോലെ ആ രീതിയിൽ വേണമെങ്കിലും ഓതാം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എന്നോടൊപ്പം പാരായണം ചെയ്യുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر
هل في ذلك قسم لذي حجر. صدق الله العظيم.